ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കറിയാം ഇന്ന് കാലത്ത് കുറേ പേർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. കൂടുതലും ഒരു പെൺകുട്ടികളിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഒക്യുപ്പേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ പ്രൊലോങ്ഡായിട്ട് സിറ്റിംഗ് അങ്ങനെ നീണ്ട സമയം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നവർക്കോ വെരിക്കോസ് വെയിൻ വരാം. ടീച്ചർമാർ, അതുപോലെ തന്നെ ഷെഫ്, സ്റ്റാഫ് നേഴ്സസ്, അതുപോലെ തന്നെ സർജൻസ്, ഡോക്ടേഴ്സ്, അങ്ങനെ ദീർഘദൂരം നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് വെരിക്കോസ് വരാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല വെരിക്കോസ് വരുന്നത്, നമ്മുടെ ഹെറിഡിറ്ററിയുടെ ഭാഗമായിട്ട് വരാം വെരിക്കോസ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ ഈ വെരിക്കോസ് വെയിനെ നമുക്ക് മാറ്റാനായിട്ട് തടയാനായിട്ടൊക്കെയുള്ള എക്സസൈസ്, അങ്ങനെ മെയിനായിട്ടുള്ള 1-2 എക്സസൈസാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത്. നമുക്ക് വാക്കിംഗ് നല്ലൊരു എക്സസൈസാണ്. നടക്കുന്നത് വഴി നമ്മുടെ വീനസ് റിട്ടേൺ നന്നായി കൂടാനായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് നടക്കുന്നത് നല്ലൊരു എക്സസൈസാണ്. അതുപോലെ തന്നെ സ്വിമ്മിങ് നല്ലൊരു എക്സസൈസാണ്. പിന്നെ നമ്മുടെ കാഫ് എക്സസൈസാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ടുള്ള ഒരു എക്സസൈസാണ് കാഫ് റൈസ് എക്സസൈസ്. ജോഗിങ് നല്ലൊരു എക്സസൈസാണ്. പിന്നെ അതുപോലെ തന്നെ വിപരീതകാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് ഉണ്ട്. അതായത് കാലുകൾ 90 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് ചുമരിനോട് ചേർത്ത് വയ്ക്കുക. അത് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. വിപരീതകരണി എന്ന എക്സസൈസ്. കട്ടിലുമിരുന്ന ശേഷം കാൽപാദം പൊക്കി മുകളിലേക്കും താഴേക്കും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വെരിക്കോസ് വെയിൻ പോവാനുള്ള ഏറ്റവും നല്ലൊരു എക്സസൈസാണിത്. ഇതിൽ നമുക്ക് വീനസ് റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ 90 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ കാലുകൾ ചുമരിനോട് ചേർത്ത് വയ്ക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് പമ്പിങ് അപ്പർ ബോഡിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ചുമരുമ്പോൾ കാല് ചാരി വെച്ച ശേഷം കാലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു എക്സസൈസാണ് നമ്മൾ ബെഡിൽ ഇരുന്ന ശേഷം നമ്മുടെ കാലുകൾ നന്നായി പൊക്കുക. എന്നിട്ട് നമ്മുടെ ആംഗിളിനുള്ള മൂവ്മെൻറ്റ്, ആംഗിൾ മൂവ്മെൻറ്റ്സ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. അതും ഒരു നല്ലൊരു എക്സസൈസാണ്. ഫുഡിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, പാലുൽപ്പന്നങ്ങൾ കുറയ്ക്കുക. ലാക്ടോസ് ഇൻടോളറൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഫുഡ്, മൈദ, അതുപോലെ തന്നെ ഗോതമ്പ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാലുൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക. അത് പ്രധാനമായിട്ടും വെരിക്കോസ് വെയിനുള്ളവർ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് ഈ വെരിക്കോസ് വെയിനിൻ്റെ തീവ്രത കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞരമ്പ് തടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് തന്നെ ആവണമെന്നില്ല. ചിലവർക്ക് കാലിന് ഡിസ്കളറേഷൻസ് വരും. ചെറിയ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ. അല്ലെങ്കിൽ പിന്നെ കാലിൽ ചൊറിച്ചിലും മാന്തി പൊട്ടുക അങ്ങനെയൊക്കെ വരുന്നുണ്ടോ. ലാസ്റ്റ് സ്റ്റേജുകളൊക്കെ ആകുമ്പോഴാണ് വ്രണമായിട്ട് മാറാം. ചിലപ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ വരുമ്പോൾ അത് മാന്തി പൊട്ടി അതൊരു വ്രണമായിട്ട് മാറാം. അപ്പോൾ വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ ചെറിയ ഡിസ്കളറേഷൻസോ അല്ലെങ്കിൽ ഞരമ്പ് തടിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ചെറിയൊരു നീല കളറ് പോലെ വരികയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡോക്ടറെ കാണിക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. ഒബീസിറ്റി ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതായത് ഫൈബ്രസ് റിച്ച് ഫുഡ്, അതായത് നാര് ഭക്ഷണങ്ങൾ, ഇലക്കറികൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെഡ് മീറ്റൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിക്കുക. പിന്നെ നല്ല എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വിയർക്കുന്നവർ 1/4 മണിക്കൂർ കൂടുതൽ നടക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാഫ് എക്സസൈസുകൾ ചെയ്യുക. ആംഗിൾ ട്വിച്ച് മൂവ്മെൻറ്റ്, ആംഗിളുടെ മൂവ്മെൻറ്റൊക്കെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു എക്സസൈസാണ് നമ്മൾ കിടന്നിട്ട് നമ്മുടെ കാലുകൾ 90 ഡിഗ്രി ആംഗിളിൽ ചുമരിനോട് ചേർത്ത് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ചെയ്യുക. അത് വളരെ നല്ലൊരു എക്സസൈസാണ്. വീനസ് റിട്ടേണൊക്കെ കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വെരിക്കോസ് വരുന്നുണ്ടെങ്കിൽ, വെരിക്കോസിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് കാഫ് റേസ് എക്സസൈസ്. അതായത് നമ്മളൊരു തിണ്ടിലോ സ്റ്റെപ്പുമോ നിന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് ഉയരുകയും താഴുകയും ചെയ്യുക. ഈ എക്സസൈസ് എല്ലാവരും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കംപ്രസീവ് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. കാഫ് എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുന്നത് നമ്മുടെ വെരിക്കോസ് വെയിൻ ഒരുവിധം നല്ലൊരു പരിഹാരം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. താങ്ക് യു ഫോർ യുവർ ലിസണിങ്.